ദിവസമേ നീ ആ മുറുക്കാൻ തീറ്റി ഒന്ന് നിർത്തി. മുറുക്കിയ വായിൽ ക്യാൻസർ പരിപാടി. എനിക്ക് മുറുക്കാണ്ട് പറ്റില്ല, ഞാൻ അത് ശീലായി പോയി. എന്നാ അങ്ങോട്ട് മുറുക്കാൻ. നീ അറിയാത്ത പിള്ളക്കേ ചൊറിയുമ്പോ അറിയുന്ന പറയുന്നത്. അല്ല എന്നാ എനിക്ക് ഇത്ര മൊബൈലൊക്കെ കൊണ്ടുവന്ന് ഇത്ര നോക്കണം. മൊബൈലിൽ ഇരുന്നിട്ട് ഇന്നലെ ഇത് സീരിയൽ കാണാൻ പറ്റിയില്ലേ? ഏത് സീരിയല്? ഗീതാ ഗോവിന്ദത്തിൽ അവര് തമ്മിൽ ആ സ്നേഹം ഒന്ന് പറഞ്ഞോ ഇല്ലയോ ഇപ്പൊ പറയുന്നു പറഞ്ഞോണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നല്ലോ. അതവര് പറഞ്ഞോ ഇല്ലയോ ഇന്നലെയാണ് ഈ എന്റെ കറണ്ട് ഇല്ലായിരുന്നു, ഇടിവെട്ടും മഴയും ഇല്ലായിട്ട് അത് കാണാൻ പറ്റില്ല. എന്നാ പിന്നെ ഈ തൊഴിലുറപ്പിൽ വരുമ്പോഴല്ലേ നമുക്ക് ഇച്ചിരി റെസ്റ്റ് കിട്ടുള്ളൂ. ആ സമയത്ത് നോക്കിയിട്ട് ഞാൻ ഇച്ചിരി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും അതെ. അപ്പൊ 10 മണിക്കടി കാരണം കൊണ്ട് നമുക്ക് ഇങ്ങനെ ഉറക്കം തൂങ്ങി തുടങ്ങാം. കാരണം ചിലപ്പോ അങ്ങനെ കാണാൻ പറ്റില്ല. ചിലപ്പോ കണ്ടിരിക്കുമ്പോ ഉറങ്ങി അപ്പൊ അത് എന്താ കണ്ടേന്ന് ഒരു ഓർമ്മയൊന്നുമില്ല. പിന്നെ നേരെ വൈകിട്ട് കാരണം എന്നാ കണ്ടാലും മനസ്സിലാക്കാർക്ക് ഉറങ്ങുന്നുള്ള മതി. അല്ലേടി പിന്നെ എവിടെ ഇന്നത്തെ പണി എപ്പോഴാ? കാണ ആ പറമ്പുണ്ടല്ലോ. ഓ നമ്മുടെ മറ്റേ ചേട്ടന്റെ ചേട്ടന്റെ ആ പറമ്പാണോ? അവിടെ എത്ര സ്ഥലം ഉണ്ട് ഇന്നത്തേക്ക്? 1 സെന്റ് അവിടെ പറഞ്ഞോട്ടെ. 1 സെന്റ് സ്ഥലമാണ് എന്റെ പണി. എത്ര പണിക്കാരെ വിട്ടിട്ടുണ്ട് അവര്? കേക്കട്ടെ. അവർ 16 പണിക്കാരെ വിട്ടുന്നത്. ഈ 1 സെന്റ് സ്ഥലത്തിലൊക്കെ പണിയാ 16 പണിക്കാര് പറ്റുമോ? 1 സെന്റ് സ്ഥലത്തിന് വിട്ടത് 16 പണിക്കാരെയാണ്. മിനിമം ഒരു 25 വേണം. പണി ചെയ്യും. വേണം. 16 ആളത്തെ ഉള്ളൂ. 2 ദിവസം വേണ്ടി ഒരു അങ്ങനെ നിന്നവിടെ പണി കഴിയണമെങ്കിൽ എന്താ പുല്ല് വളർക്കും കൂടെ. അവരൊക്കെ വന്നിട്ടേ അവരൊക്കെ പണിയട്ടെ. അവരൊക്കെ ഒന്ന് അവിടെ പോയി പണിയട്ടെ. നമുക്ക് ഇത്തിരി അവിടെ ഇരിക്കുക. പിന്നല്ലേ നമ്മളെ കുറെ കാലം പണിതാ. അതെ, ഇവരൊക്കെ പണിയാത്തവരാ. ഇവരൊക്കെ ഇറങ്ങിട്ടോ ഇറങ്ങട്ടെ പണിയട്ടെ. പണിയത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാവട്ടെ. ഞാൻ ചോദിക്കാൻ നല്ല ചൂടാ. നീ സൺസ്ക്രീൻ ലോഷൻ തേച്ചായിരുന്നോ? ഞാനൊക്കെ നോക്കിയേ. അത് തേച്ചിട്ടുണ്ടോ? നീ തേച്ചിട്ടില്ലേ? 500 രൂപയുടെ. എന്റെ 550 രൂപ. അതെ, അതൊന്നും തേക്കാണ്ട് ഇറങ്ങിയ ശരിയാവില്ല. എന്റെ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ ഇന്നാണ് ഞാൻ ബ്യൂട്ടി പാർലർ 10-600 ചെലവാക്കിയതാ. എന്റെ വീടിന്റെ അടുത്തുള്ള ബ്യൂട്ടി പാർലർ. പക്ഷെ ആ പെണ്ണ് മര്യാദക്കാരിയാട്ടോ. അവളെ പുറത്തൊക്കെ നമ്മൾ 1000-1500 ചെയ്യുന്നത് അവള് ഒരു 600 ചെയ്യും. അവിടെ പോയാ മതി. ഭയങ്കര താപം. ഞാൻ അതിന് വെള്ളം എടുത്ത് കൊണ്ടുവന്നാലോ? എടി നമുക്ക് ഇറങ്ങാം. അവരൊക്കെ പണിയാനിറങ്ങി. ചുമ്മാ തല കാണിച്ചു വരാനല്ലേ? പണിയുടെ കാര്യം പറയുമ്പോ കാലുവേദനയും എല്ലാ വേദനയും ഇളവ് കൊടുക്കും. വെറുതെ ഇരിക്കാനാണെങ്കിൽ വേദനയില്ല. നീ ചെന്നേച്ചാ അങ്ങോട്ടോ ഓടി കിടന്നു. അവളും പോയി പണിയാന്. ഞാനിങ്ങനെ കാലുവേദനയും കൊണ്ട് ഇന്നത്തെ ദിവസം നീ പോയില്ലേ പണിക്ക്? കൊള്ളാനോടി എനിക്ക് മേടിച്ചോ? 2 രൂപ മേടിച്ചിട്ടുണ്ട്. എന്നാ എന്റെ കൊണ്ടാ. കഴിഞ്ഞ ആഴ്ചത്തെ പൈസ ഞാൻ തന്നല്ലോ. നീ കഴിഞ്ഞ ആഴ്ചത്തെ കൊക്കക്കൊള്ള കാശ് വന്നിട്ടില്ല കേട്ടാ. ആ കാശ് ഞാൻ അവിടുത്തെ. നീ നോക്കിയേ. ഇന്ന് പണി വെച്ച് കാശ് കിട്ടുമ്പോ കാശ് എനിക്ക് തരണം. നീ നോക്ക്. ഞാനേ പണിയെടുക്കാൻ നോക്കുവായിരുന്നു. നീ കാശിന്റെ കാര്യം പറയുമ്പോ തള്ളിയിരിക്കും വേണ്ടത്. എനിക്കറിയാം തന്നെ. കാശ് തരാൻ പറ്റില്ല. കൊക്കക്കോളൊക്കെ മേടിച്ച് കുടിക്കുക. ഞങ്ങളുടെ വീട്ടിലെ ഇച്ചിരി പൈസയും കാര്യങ്ങളും ഒക്കെ ഉള്ള കുടുംബം. പണ്ടേ തറവാട്ടുകാരാണ്. ഇഷ്ടംപോലെ പൈസയുണ്ട്. പൈസ കൊണ്ട് അറപ്പ് മാറിയാരാ ഞങ്ങൾ. എന്നോട് പറയാനൊക്കെ വലിയ വലിയ പത്രാസം പറയാനൊക്കെ അറിയുന്ന എനിക്കറിയാം. പത്രാസൊന്നും അല്ല എടി. ഞാൻ എന്നോട് വരുന്നില്ലേ ഇതിന്റെ അയൽവക്കത്തെ ആ സാറാമ്മയുടെ മോളില്ലേ, പിന്നെ അവളുടെ പേര് ഏതാണ്ട് കൃഷ്ണനോ അങ്ങോട്ട് അവൾ ഒരിച്ചിലൂടെ ഓടിച്ചോടി എന്ന് പറയുന്നതല്ലോ. നേരാന്നോടി? അത് ഞാനും കേട്ടു. നീ കേട്ടോ? വിശേഷം എന്നാണ്ട്? ഞാൻ ബാക്കിയൊന്നും ഇറങ്ങിയില്ല. പക്ഷെ എനിക്ക് അതിനൊന്നും അന്വേഷിക്കാൻ പോലും എനിക്ക് നേരില്ല. എനിക്ക് പണി കഴിഞ്ഞ കുടുംബത്തിൽ പോയി 100 കൂട്ടം പണികളുണ്ട്. ഇതൊക്കെ അന്വേഷിക്കാൻ പോലെ എവിടെ നേരം? എടി കുടുംബത്തോര് നേരെ കഞ്ഞി വെച്ചുള്ളെങ്കിലും അയൽവക്കത്ത് ഇതുപോലെ വാർത്ത ഉണ്ടായപ്പോ അന്വേഷിക്കേണ്ടത് നിന്റെ കടമയല്ലേടി? അത് നിനക്ക് പറ്റിയ കടമ, എനിക്ക് പറ്റിയതല്ല. എനിക്ക് അല്ലാണ്ട് വേണ്ട പണികളൊക്കെ അറിയുണ്ട്. കഴിഞ്ഞ കൊല്ലം നിന്റെ പെണ്ണ് ആരാണ്ട് കൂടെ വിളിച്ചോണ്ടിട്ട് നീ അവന് കെട്ടിയവനും കൂടെ ഏതാണ്ട് തീവണ്ടി കയറിയിട്ട് അവളെ പിടിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നതേയുള്ളൂ. അങ്ങനെയുള്ളപ്പോ നീ അതേ പറയുള്ളൂ. അതുമൊക്കെ കയറി പിടിക്കാൻ പോണേ എന്ന് കഴിഞ്ഞ കാര്യപ്പത്.
2 മാസമായല്ലോ അവള് വന്നിട്ട്. എടി, പെണ്ണിന് വയറ്റിലെ മറ്റുണ്ടോ ഓടി? അത് നീ ഇപ്പം അന്വേഷിക്കണ്ട, ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടായിക്കോട്ടെ. അല്ല ഞാൻ കാര്യം ചോദിക്കട്ടെ, നിന്റെ മോന് പെണ്ണ് കാണാൻ പോയിട്ട് ഒരുത്തിന്ന് പെണ്ണ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ടല്ലോ. എന്റെ മോനോ? എടി, UK, US, ജർമ്മനിന്ന്, കാനഡന്ന് എന്തോ ഒരു പെണ്ണുങ്ങളാണെന്നറിയോ. ഞങ്ങൾക്ക് ഇവരെ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആലോചന ഇല്ലേ. പക്ഷേ ഉണ്ടല്ലോ, എൻ്റെ എടി ഒന്നും പറയണ്ട, ഇവൻ ഒരു പെണ്ണിനെ ഇഷ്ടമാകുന്നില്ല. ഇവൻ നല്ല ഗ്ലാമറൊക്കെ ഉള്ളതല്ലേ. അപ്പൊ ഇവൻ എന്നാ വെച്ചാൽ ഇവന് ഒരു പെണ്ണിനെ ഇഷ്ടമാവില്ല. ഇവൻ സ്വഭാവമൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇവൻ നല്ല സ്വഭാവശുദ്ധിയൊക്കെ ഉള്ളതുകൊണ്ട് ഇവരെ ഇഷ്ടമില്ല. പെണ്ണുങ്ങളെ ഒന്നും ഇഷ്ടപ്പെടുന്നില്ലടി. ഞാൻ അതുകൊണ്ടാണ് കല്യാണം ശരിയാവട്ടെ. ചുമ്മാ അസുഖക്കാർ പറയുന്നത്. ഞാനങ്ങനെയൊന്നല്ല കേട്ടത്. നിന്റെ മോനെ ഒറ്റ പണം പിടിക്കില്ല എന്ന് കേട്ടത്. ഒരു കരിമുറക്ക് പുറത്തെ സാധനം ഒറ്റ പണം പിടിക്കില്ല. അങ്ങനെ ഞാൻ കേട്ടത്. അവന്റെ സ്വഭാവം നല്ലതാടി. സ്വഭാവം എനിക്കറിയാവുന്നതല്ല അവന്റെ സ്വഭാവം. എന്റെ പെണ്ണിന്റെ പുറകെ പുറം നടന്നവൻ. പിന്നെ ആവശ്യമില്ല. പിന്നെ നിന്റെ പെണ്ണിന്റെ സ്വഭാവശുദ്ധിയുള്ളോളൂ. എന്റെ പെണ്ണിന്റെ സ്വഭാവമൊക്കെ നല്ല സ്വഭാവം ഞാൻ. സംസ്കാരമില്ലാത്തവരോട് വർത്താനം പറഞ്ഞാല് എന്താ ചെയ്യും? കോള ഇതൊക്കെ എന്നെ കോളയൊക്കെ വെറും തട്ടിപ്പായിക്കട്ടെ. കാരണം തുപ്പടി ഇത് വെറുതെ അല്ലേ ഇതിന്റെ അടപ്പ് തുറക്കാൻ പറഞ്ഞു പോയാ. ഇവരെ ഉള്ളവര് പോയി മേടിച്ചാല് ശരിയാ. നീ കുടിച്ചോ, കാശ് തരൂല്ലോ. ഒന്നുമില്ല, കുടിച്ചോ. എങ്ങനെയായാലും ആൺപിള്ളേരെ കുറിച്ച് ഇങ്ങനെ അവക്കാരൊന്നും പറയരുത് കേട്ടോ. പിന്നെ എന്റെ മോളെ പറ്റി പറയാലോ നിനക്ക്. അതുള്ളതല്ലേടി, ഇതുള്ള തന്നെയല്ല. നിന്നോട് വർത്താനം പറയുന്ന വെള്ളം കുടിച്ചിട്ട് ഇവിടെ മിണ്ടാതിരിക്കാൻ ഭേദം. മിണ്ടാട്ടിരുന്നോ, പോയിട്ട് തലണ കുടിച്ചിട്ട് മിണ്ടാട്ടിരുന്നോ. നല്ലോണം കുടിച്ചോ, കുടിച്ചോ, കുടിച്ചോ. അയ്യേ, നല്ല തണുപ്പാ, നല്ല മധുരമുണ്ട്, കൊള്ളാം. അല്ല, ഇത് നേരത്തെ കുടിച്ചതിനേക്കാൾ രുചി വ്യത്യാസം ഉണ്ട്. ഒരു പ്രത്യേക രുചിയുണ്ടല്ലോ. ഇതെന്താ കുപ്പി? ഞാൻ തുപ്പി വെച്ചത്. അയ്യേ